പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീൻ. ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും, ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും, അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രയത്. അള്ളാഹു എല്ലാം മറന്നവനും മുക്തിമാനുമാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ ആർക്കൊക്കെ നൽകണം? ഒന്ന്, ദരിദ്രന്മാർക്ക്, വളരെ പാവപ്പെട്ടവർ. രണ്ടാമത്തെ, അഗതികൾക്ക്. ഗതി ഉണ്ടാവില്ല അവർക്ക്, മനസ്സിലല്ലേ? ഒരു ശമ്പളം ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് ചിലവും ഉണ്ടാവും, വലിയ ചിലവും ഉണ്ടാവും. ഒരാൾക്കൊരു 15,000 രൂപ ശമ്പളമുണ്ട്, അത് 14,000 രൂപയൊക്കെ ചികിത്സയ്ക്ക് വേണം, അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് വേണം, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണം. പിന്നെ 1000 രൂപ കൊണ്ട് ഒരു മാസം അദ്ദേഹത്തിന് കഴിയണം. അപ്പം അദ്ദേഹം വന്നാൽ ദരിദ്രനായിരിക്കും. അദ്ദേഹത്തിന് പിന്നെ വലിയ തറവാട് വീടുണ്ടാവും, വലിയ വീട് കാഴ്ചയിൽ. കാരണം അത് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്താണ്, വിൽക്കാനും പറ്റില്ല അദ്ദേഹത്തിന്. നമ്മളെ വീട് കാണും, മനസ്സിലായി? വീട് കാണുമ്പോൾ വലിയ വീടാണല്ലോ എന്ന് കരുതും, പക്ഷെ അയാൾക്ക് വീടിന് ഒരു ആദായം എടുക്കാൻ പറ്റില്ല. വലിയ തെങ്ങും തോപ്പ് ഉണ്ടാവും, തെങ്ങുന്ന തേങ്ങ പോലും അയാൾക്ക് എടുക്കാൻ പറ്റില്ല, കൂട്ടു സ്വത്തായിരിക്കും, ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് കരാറുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ മഹാഭൂരിഭാഗം പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കണം. അപ്പോൾ വളരെ ദരിദ്രനാണ്. അപ്പം അങ്ങനെ ഗതി ഉണ്ടാവില്ല അവർക്ക്, മനസ്സിലായി? അവരുടെ വരുമാനം മുന്നോട്ട് പോവില്ല. പിന്നെ വരവും ചിലവും തമ്മിൽ വലിയ അന്തരം, അല്ലേ? വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ്. അപ്പോൾ അവർ ദരിദ്രരാണ്. അപ്പം അങ്ങനെയുള്ളൊരു ദരിദ്രരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്, സക്കാത്തിന് വേണ്ടി പണിയെടുക്കുക, സക്കാത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി നടക്കുക, ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക, അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കണം, മനസ്സിലായി? അവർക്ക് ശമ്പളം സക്കാത്ത് കമ്മിറ്റിയിൽ അവർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ കൂടെ ചിലപ്പോൾ ചികിത്സയ്ക്ക് കൊടുക്കുക, എന്താണ് അവരുടെ ആവശ്യമെന്ന് പ്രവർത്തിച്ചു കൊടുക്കണമല്ലോ. ചില ആൾക്കാർക്ക് രോഗമായിരിക്കും, രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം സക്കാത്ത് ജോലിക്കാർ വരെ ഈ രോഗിയെയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റു പണക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകൽ സമയം മുഴുവനും ഈ പാവപ്പെട്ടവർക്ക് പിന്നാലെ ഓടി നടക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പം അവർക്കും സക്കാത്തിൻ്റെ വേണ്ടി പണിയെടുക്കുന്നവർക്കും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഹിറാ സെൻ്ററിൻ്റെ കീഴിൽ പാലിയേറ്റീവ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, ഒരു ഒമ്നി വാഹനം. അപ്പം അതിൻ്റെ പെട്രോളും കാര്യങ്ങളൊക്കെ സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് കൊടുക്കണം. കാരണം അവർക്ക് ഫുൾ ടൈം ഇങ്ങനെ പാലിയേറ്റീവത്തിൻ്റെ കാര്യം മറ്റു കാര്യം ഓടി നടക്കണം. അപ്പം നല്ല വരുമാനവും ഇതിൽ നിന്ന് കിട്ടണമല്ലോ. വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരെ പാവങ്ങളുടെ കാര്യം നടക്കുകയാണ്. ഓരോ വേദന തിന്ന് കഴിയുകയാണ് ഈ ക്യാൻസർ രോഗികൾ. ക്യാൻസർ രോഗം എന്നുള്ളത് അലോപ്പതിക്കാരുടെ തട്ടിപ്പാണ്. അതുവഴി കുറേ ഫണ്ടുകൾ ഇതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് രോഗമാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മളെ മോഹനം വൈദ്യർ. നമ്മുടെ റോക്കറ്റുകളിൽ പല വിഷവാതകങ്ങൾ തളിക്കുന്നുണ്ട്, അതുവഴിയാണ് നമുക്ക് ക്യാൻസർ രോഗങ്ങളൊക്കെ വരുന്നത്. ആയുർവേദത്തിൽ അർബുദമാണുള്ളത്, പുണ്ണ്, പല ഭാഗത്തും വരുന്ന പുണ്ണ്, കുടൽ പുണ്ണ്, മറ്റ് പല പുണ്ണുകൾ, പല ഭാഗത്തും വരുന്ന പുണ്ണുകൾ, നാവിന് വരുന്ന പുണ്ണ്, അങ്ങനെയൊക്കെ അത് അധികരിക്കാൻ കോശങ്ങളുടെ വർധന അധികരിച്ച് വരുന്നൊരു അസുഖമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആയുർവേദത്തിൽ ചികിത്സ ഉണ്ട്. പക്ഷേ അലോപ്പതിക്കാരുടെ പേരൊക്കെ മാറ്റി ക്യാൻസർ എന്ന പേരും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി കഴിച്ച് കളയൽ, കോശത്തെ കഴിച്ച് കളയുന്ന നല്ല രീതിയല്ല. അത് മറ്റുള്ള നല്ല കോശങ്ങൾക്കും ആപത്ത് വരുത്തും, രോഗിയുടെ മരണത്തിന് കാരണം എന്നൊക്കെ പറയുന്നത്. കഴിക്കുന്ന ചികിത്സ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അലോപ്പതി ചെയ്യുന്ന പല ചികിത്സകളും പാടില്ല. അതുപോലെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തിക്കയറ്റുന്നത് പാടില്ല എന്നാണ്. കാരണം പുറമെ കൂടെ ഒന്നും ശരീരത്തിനുള്ളിലോട്ട് കയറാൻ പാടില്ല.
അങ്ങനെ ശരീരത്തിൻ്റെ ഘടന. നമ്മുടെ വായിലൂടെ മൂക്കിലൂടെ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടത്. ഭക്ഷണങ്ങളിലോട്ട് മറ്റു ഭാഗങ്ങളിലൂടെ വരാൻ പാടില്ല. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് കയറ്റുക ചെയ്യുക. ഇത് ഡോക്ടർമാർ പല മരുന്നുകളും ഇതൊക്കെ ഹാനികരമാണ് നമുക്ക്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഹാനികരമാണ്. കിഡ്നിക്കൊക്കെ തകരാറൊക്കെ ഒരുപാട് കിഡ്നി പേഷ്യൻറ്റുകളൊക്കെ അധികരിക്കാൻ കാരണം ഇങ്ങനെയൊക്കെ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ട്രീറ്റ് എടുക്കുക. അപ്പോൾ എൻ്റെ കൈക്കൊരു ഒരു ആണി ഇട്ടു. ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ നമ്മൾ പുതിയ വാർപ്പ് പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം പണിക്കാർ പല ഭാഗത്തും ആണികൾ അടിക്കല്ലോ. പല ആണി അടിക്കുമ്പോൾ അത് കോൺക്രീറ്റിനുള്ളൊരു ആണി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. എൻ്റെ കൈ തട്ടുകയും ചെയ്ത് കൈമിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോര അങ്ങനെ വന്ന് ഇവിടുന്ന് തട്ടിയത് എനിക്കിട്ട് മനസ്സിലായി. ഞാൻ വെച്ച് ഈ കോൺക്രീറ്റിൻ്റെ കൂർപ്പ് തട്ടിയതായിരിക്കുമെന്ന് കരുതി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ആന ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ട്, തുരുമ്പ് പിടിച്ച ആന. അപ്പം അതാണ് സംഭവം എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പം അത് മാറിയിട്ടില്ല. അതിപ്പം കൈക്കൊരു പൈപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പൈപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഞാൻ ട്രീറ്റ് അടിച്ചിട്ടില്ല. കാരണം വെറുതെ അടിക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ പൈപ്പ് വന്നിട്ട് അതെന്ത് ചെയ്തു, അത് ജലമൊക്കെ പുറത്തേക്ക് പോയപ്പോൾ എന്തായി, ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. ആദ്യം ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ വേദനയൊക്കെ പോയി, ചെറിയ മാറ്റം. ഒന്നും കൂടി ആ പൈപ്പൊന്നും കൂടി പോവാണ്. അപ്പോൾ ശരീരത്തിനറിയാം വളരെ കൃത്യനിഷ്ഠയോട് കൂടിയാണ് ദൈവം തമ്മിൽ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മളത് പുറമെന്ന് പല മരുന്നുകളും കുത്തിക്കയറ്റി ഹേതുവാക്കുക, ശരീരത്തെ ഒരു മോശമാക്കി മാറ്റുക. നമ്മളെ ഒരു നല്ലൊരു വാഹനം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത പോലത്തിലാവും. പിന്നെ വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുത്താൽ തന്നെ അത് എടുക്കില്ല. ഞാൻ എൻ്റെ നാനോ കാറ് വർക്ക്ഷോപ്പ് വാങ്ങിയ ശേഷം ഞാൻ വർക്ക്ഷോപ്പ് കൊടുത്തപ്പം ഞാനെൻ്റെ ഷോറൂം കൊടുത്തപ്പോൾ അയ്യോ ഏട്ടാ ഇതൊക്കെ പരിപ്പാക്കി വെച്ചാണ്, ലോക്കൽ വർക്ക്ഷോപ്പ് കൊടുത്തിട്ടൊക്കെ പരിപ്പാക്കി വെച്ചാണ്, ഞങ്ങളിത് എടുക്കൂലത്. സ്ഥിരമായിട്ട് ഞാനും എൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അവർ എടുക്കുകയുള്ളൂ. നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പുകാർ എന്ത് ചെയ്യും, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിന് വേണ്ടി പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കും. എളുപ്പത്തിന് വേണ്ടി പലതും ചെയ്യും. അതൊന്നും ഇവർക്ക് പറ്റില്ല. ഇവരൊക്കെ കഴിച്ച് മാറ്റി പഴയ അവസ്ഥയിലേക്ക് മാറ്റും. അപ്പോൾ അതിനൊക്കെ നല്ല പൈസ ചിലവാകും. നന്നാക്കലില്ല അവരൊന്നും. നമ്മളൊക്കെ സ്റ്റാർട്ടിംഗ് മോട്ടർ നമുക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൽ കാർബൺ പോയിട്ടുണ്ടോ നോക്കും, മറ്റെന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കും ഒക്കെ. ഇവരൊന്നും ചെയ്യും, നന്നായിട്ട് മാറ്റുക ചെയ്യാം. പുതിയതിന് എന്ത് ചെയ്യും, ഒരു 7,000 വില ഇട്ട് വരും ഫിറ്റിങ്ങും. അതേസമയം പുതിയത് നല്ല ക്വാളിറ്റി ഇല്ലാത്തത് 2,500 രൂപ കിട്ടും. ഞാൻ എൻ്റെ വണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടർ പോയിട്ടപ്പോൾ 2,500 രൂപയാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ വില. ഫിറ്റിങ്ങും എല്ലാം കൂടി ഒരു 3,500 ആയി കിട്ടി. അതേസമയം ഷോറൂം പോയി കഴിഞ്ഞാൽ 7,000 8,000 ആവും. ഒരു നല്ല കമ്പനീൻ്റെ വാങ്ങിയിടും. പിന്നെ അത് മാത്രമല്ല കാർബൺ പോയതുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ കാർബൺ പോയി കഴിഞ്ഞാൽ കാർബൺ ഇടാൻ കുറഞ്ഞ പൈസ ആവുള്ളൂ. ഒരു 50 രൂപയ്ക്ക് എൻ്റെ കാർബൺ വാങ്ങിയിട്ടാൽ ഓക്കെ. പക്ഷെ അവർ അത് ചെയ്യില്ല, അവർ നന്നായിട്ട് മാറ്റുക ചെയ്യുക. എന്ത് സാധനങ്ങളും നമ്മളെ ഗ്ലാസ് വിൻഡോ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, അതിൻ്റെ മെക്കാനിസം മൊത്തമായിട്ട് മാറ്റിക്കാളും. അത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് കംപ്ലൈൻറ്റ് വരില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം മാറ്റിയപ്പോൾ കാർബൺ പോയി, ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിന് കാർബൺ മാറ്റിയിട്ടു എന്ന് കൂട്ടാം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോയിൽ പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതേ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലേക്ക് വന്നാൽ കസ്റ്റമേഴ്സിന് ക്ഷീണമാണ്. കസ്റ്റമേഴ്സ് എന്ത് പറയും, പടുത്ത് ഞാൻ സ്റ്റാർട്ടിംഗ് മോട്ടറിന് വേണ്ടി വർക്ക്ഷോപ്പ് കയറ്റിയാണ്, 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും കംപ്ലൈൻറ്റ്. അവർ നന്നായി ഓരോ മെക്കാനിക്സ് നന്നായില്ല എന്ന് പറയും, അല്ലേ, ഒരു പണിയെടുത്ത് നന്നായില്ല എന്ന് പറയും. കാരണം എന്താണ്, അന്ന് പരിഹരിച്ചത് ഒരു പ്രശ്നമാണ്, ഇപ്പം വന്നത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു മൊത്തം അങ്ങോട്ട് മാറ്റിക്കാളുന്നു. അപ്പം അതിൻ്റെ കാലാവധി കഴിയുന്നത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പോകുന്നതെന്ന് അവിടെ ധാരണ വർക്ക്ഷോപ്പ് സർവീസ് സെൻ്ററുകാർ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ആയുസ്സുണ്ട്, ഓരോ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ആയുസ് കണക്കാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കാർബൺ പോയി കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി, 15 വർഷത്തും ഓടാൻ വേണ്ട കാറിന് വേണ്ട കാർബൺ അതിലുണ്ടാവും. പക്ഷെ അത് പിന്നെ തീരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്താവും, അതിൻ്റെ കോയിലിനും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് വയസ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ അതുകൊണ്ട് ഒരു മൊത്തം കൊണ്ട് മാറ്റിക്കളവർ അത്. അപ്പോൾ അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്,
നമ്മളൊക്കെ ഈ രോഗങ്ങൾ പലതിനും ചികിത്സ ഇഞ്ചക്ഷൻ എല്ലാത്തിനും ഇഞ്ചക്ഷൻ അടിക്കുക, TT-യിലെ ജനിച്ച മുതൽക്ക് തന്നെ ഇഞ്ചക്ഷൻ അടിക്കുകയാണ്. എൻ്റെ ഒരു മകൾ ജനിച്ചപ്പോഴും എൻ്റെ മാതാവിൻ്റെ രക്തവും AB നെഗറ്റീവ്, മകളുടെ രക്തം AB പോസിറ്റീവ്, അങ്ങനത്തെ എന്തോ ഒരുപോലെ രക്തമാണ്. അതുകൊണ്ട് 1000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞ കുട്ടിക്ക് തയ്യാറാവുക. അപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ വേറെ അടിച്ചു. പിന്നെ മറ്റു പല ഇഞ്ചക്ഷൻ, പിന്നെ ഓരോ വർഷവും 6 മാസം കൂടുമ്പോൾ കുത്തിവെപ്പ്, മീസിൽസിൻ്റെ കുത്തിവെപ്പ്, പോളിയോൻ്റെത്, മന്ത് രോഗത്തിൻ്റെ ഒരുപാട് കുത്തിവെപ്പുകൾ ജനിച്ച ഉടനെ. പിന്നെ TT എടുക്കും, പിന്നെ മറ്റു പലതിന് കുത്തിവെപ്പ്, പിന്നെ ഈ ഗ്ലൂക്കോസ് പല തലചുറ്റലൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനിലൂടെ കയറ്റാം. പണ്ടൊക്കെ ഗ്ലൂക്കോസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പാത്രം, ഒരു പാക്കറ്റ്, ഒരു പച്ച നിറത്തുള്ള ഒരു പാക്കറ്റ്, ബിസ്ക്കറ്റ് പോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് കഴിക്കലാണ്. അപ്പോൾ അതില്ല, അപ്പം രക്തത്തിലൂടെ കയറ്റുകയാണ്. അതൊക്കെ ഭയങ്കര ഹാനികരമാണ്. പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഈ ക്യാൻസർ, ഈ പാലിയേറ്റീവിൻ്റെ ഇതൊക്കെ, ഈ ക്യാൻസറൊക്കെ നമ്മൾ അലോപ്പതിക്കാർ ഉണ്ടാക്കിയെടുത്ത രോഗമാണ്. അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അലോപ്പതി വ്യവസായം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത രോഗം. രോഗത്തിന് വേണ്ട അണുക്കളെ എന്ത് ചെയ്യും, ആകാശത്ത് വിതരും, വിമാനങ്ങൾ വഴി വിതറും. എന്നിട്ട് അതിൻ്റെ പ്രതിമരുന്ന് അവർ കണ്ടുപിടിക്കും. മനസ്സിലായില്ലേ? ഒരു മരുന്ന് വിതറും, അതിൻ്റെ പ്രതിമരുന്നും ഇവിടെ വിതറും. ഇപ്പം വെള്ളത്തിൽ ഒരു ഇത് കലക്കുണ്ടെങ്കിൽ നമ്മൾ ആലം ഇടും. ആലം എന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കലക്ക് മാറും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് രോഗം, ഇപ്പോൾ പാമ്പിൻ്റെ വിഷം, ഒരു മൂർഖൻ പാമ്പിൻ്റെ വിഷം എന്ത് ചെയ്തു, ആകാശത്ത് കൂടെ ഇതാക്കിയെന്ന് കൂട്ടുക, ആകാശത്ത് കൂടെ വിതറി. അങ്ങനെ വിഷം നമ്മുടെ ശരീരത്തിൽ വായുവിലൂടെ ശരീരത്തിൽ പകരുമെന്ന് ഒരു കരുതുക. അപ്പം മൂർഖൻ പാമ്പിൻ്റെ വിഷത്തിൻ്റെ പ്രതിമരുന്ന് എങ്ങനെ എടുക്കുന്നത്, മൂർഖൻ പാമ്പിൽ തന്നെ എടുക്കും അല്ലേ? ഏതൊരു പാമ്പ് കടിച്ചാൽ നമ്മൾ ആ പാമ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ് ഡോക്ടർമാർ. അതുപോലെ തന്നെ ഇവർ ഏത് വിഷവസ്തുവാണോ ആകാശത്ത് വിതറിയത്, അപ്പം അതിനനുസരിച്ചുള്ള പ്രതിമരുന്ന് അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. മനസ്സിലായില്ലേ? അങ്ങനെ അത് മാർക്കറ്റിൽ ഇറക്കും. അപ്പം ആ വ്യവസായം ക്ലച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അതുവഴി പല രോഗങ്ങളും, പണ്ടത്തെ ഇല്ലാത്ത പല രോഗങ്ങൾ പുതുതായിട്ട് വന്നുകൊണ്ട് ചെയ്യുന്ന കുരങ്ങ് പനി, തക്കാളിപ്പനി, മറ്റു പല പനിയിലെ ഈ ക്യാരറ്റ് പനി, ഉരുളക്കിഴങ്ങ് പനിയൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പരിഹരിക്കുന്നതനുസരിച്ച് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അലോപ്പതി തന്ത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പറയുന്നതാണ് അഗതികൾക്ക് സക്കാത്ത്, അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സക്കാത്ത് വിതരണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെടേണ്ടവർക്ക്, ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, അപ്പം അവർക്ക് എന്ത് വേണം, ഇസ്ലാമിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കണം. അയാൾക്ക് ഇസ്ലാമിൻ്റെ ആഗ്രഹമുണ്ട്. അയാൾ സംസാരം മധ്യേ പറയുകയാണ് ഇസ്ലാം നല്ലൊരു മതമാണ്. ഇപ്പം അലക്സാണ്ടർ ജേക്കബ് ഇപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം പല പുസ്തകങ്ങളിലും ഇസ്ലാമിനെ അനുകൂലിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി കൊടുക്കണം. അതുപോലെ തന്നെ മറ്റു സംവാദങ്ങളിലേക്ക് ക്ഷണിക്കുക. ഇതിനൊക്കെ പണവും ചിലവുണ്ട് അല്ലേ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഒരുപാട് ദൂരെയായിരിക്കും, അതുവരെ പെട്രോൾ കത്തിച്ച് പോകണം, പിന്നെ അദ്ദേഹത്തെ പ്രസംഗങ്ങളിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരണം, അതൊക്കെ ചിലവാണ്. അപ്പം അങ്ങനെയുള്ള പല ചിലവും. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവും അല്ലേ? ഞാനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല നിരീശ്വരവാദികളെ വായ അടപ്പിക്കാൻ അലക്സാണ്ടർ ജേക്കബിൻ്റെ വാക്കുകൾക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പല വിമർശിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അലക്സാണ്ടർ ജേക്കബിൻ്റെ ഏതെങ്കിലും വീഡിയോ ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ അവിടെ എല്ലാം മുണ്ടാട്ടൊന്നും മുട്ടിപ്പോവും. കാരണം ഒരു ക്രിസ്ത്യൻ വ്യക്തിയാണ് ഇസ്ലാമിനെ അനുകൂലിച്ച് പറയുന്നത്, പിന്നെ അവർക്കൊന്നും പറയാനില്ല, അവരുടെ മുണ്ടാട്ടം അവിടെ മുട്ടിപ്പോവും. അപ്പോൾ നമുക്ക് മുസ്ലിങ്ങൾക്കൊക്കെ വലിയൊരു മുതൽക്കോട്ടാണ് അലക്സാണ്ടർ ജേക്കബിൻ്റെ ഓരോ വാദങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് പേർക്ക് അത് ഗുണം കിട്ടും. അപ്പം
അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും പുസ്തകം നൽകുക. ഒരുപാട് പേരുണ്ട് ഇസ്ലാമിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും. ഇപ്പം നമ്മുടെ മാധ്യമം പത്രത്തിൽ പരസ്യം കാണാം, ഇസ്ലാമിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വിളിക്കുക, അല്ലെങ്കിൽ സൗജന്യ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾക്ക് സൗജന്യമായിട്ട് അവർ അയച്ചു കൊടുക്കും. നമ്മൾ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. എനിക്കൊരു പുസ്തകം കിട്ടിയിരുന്നു, ഒരു BJPക്കാരുടെ അല്ല, ഒരു ഹൈന്ദവ ആളുകളുടെ പുസ്തകം, ഒരു ആത്മീയപരമായിട്ടൊരു പുസ്തകമാണ്. അതിൽ പിന്നെ ഏതൊരു മഹൽ വ്യക്തിയെ പറ്റി പൊക്കി പാടുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കി ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം. ബാക്കി ഏകനായ ദൈവത്തെ പറ്റിയും ഒക്കെ വർണ്ണിക്കുന്നത് നമുക്ക് വായിക്കുകയും അറിയുന്നവരും ഒക്കെ ചെയ്യും. ഞാൻ ഏതായാലും എൻ്റെ അഡ്രസ്സ് കൊടുക്കുകയും എൻ്റെ വീട്ടിലെ പുസ്തകം സൗജന്യമായിട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സുകൾ ഇണക്കപ്പെടേണ്ടവർക്ക് എന്തൊക്കെ വേണം അല്ലേ? അവർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കണം, അതുപോലെ CD-കൾ എത്തിച്ചു കൊടുക്കണം അല്ലേ? യൂട്യൂബിൽ വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പൈസ ചിലവുണ്ട്. അപ്പം അതിനുവേണ്ടി പണം ചിലവാക്കാം ഈ സക്കാത്ത് മുതൽ. പിന്നെ അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ, അടിമകളെ മോചിപ്പിക്കാൻ എന്ത് ചെയ്യണം? സക്കാത്ത്. ചിലപ്പോൾ അടിമകളെ മോചിപ്പിക്കുക ഒരു പ്രധാന ദൗത്യമാണ്. അപ്പം എന്ത് സംഭവിക്കും? അടിമകളില്ലാണ്ടാവും. മനസ്സിലായി? സക്കാത്ത് മുതലൊക്കെ ഉപയോഗിച്ചിട്ട് അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങി അടിമകളില്ലാണ്ടാവും. അപ്പം അടിമത്ത മോചനം ആദ്യമായി കൊണ്ടുവന്നത് ഇസ്ലാമാണ്. ലോകത്ത് ഇപ്പോൾ അടിമകളില്ലാതാവാൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം തന്നെയാണെന്ന് പറയാം. പിന്നെ കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് കടങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക്. വലിയ വീടും ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ കടങ്ങൾ അതിനേക്കാളും ഇരട്ടി കടങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കും നമ്മൾ സക്കാത്ത് മുതൽ അവർക്കും വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അള്ളാഹുവിൻ്റെ വേണ്ടിയുള്ള മാർഗത്തിൽ വെച്ചാൽ പള്ളി നിർമ്മാണം, മറ്റ് പല കാര്യങ്ങളും, അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ, സത്രങ്ങൾ നിർമ്മിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പിന്നെ വഴിയാത്രക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒത്തിരിയും ആൾക്കാർക്ക് അത് സക്കാത്ത് ധനം ഉപയോഗിക്കാം. അവിടെ ദരിദ്രന്മാർ, അഗതികൾ, അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർ, ഇസ്ലാമുമായി മനസ്സിൽ ഇണക്കപ്പെടേണ്ടവർ, അടിമകളുടെ മോചനത്തിന് കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിപോക്കൻ 8 പേർക്ക് ധനം വിനിയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രമാണ് അള്ളാഹുവിൽ നിശ്ചയിക്കപ്പെട്ടത്. ഇത് അള്ളാഹു എല്ലാം മാടുന്നതിനും ഭക്തിമാനുമാണ്. ഈ സക്കാത്തിൻ്റെ മുതൽ ഈ ആളുകൾക്കെല്ലാം നമ്മൾ വിനിയോഗിക്കണം. അങ്ങനെ അള്ളാഹു പറഞ്ഞ മാതിരി ജീവിക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.